ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഒരു കപ്പ് ബാക്കി വന്ന ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് നല്ലോണം അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കതങ്ങ് കുഴച്ച് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ ഞാൻ ദേ ഇവിടെ ചപ്പാത്തിയുടെ പരുവത്തിൽ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മധുര പലഹാരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് അതെല്ലാം കൂടെ ചേർത്ത് മാവ് നല്ലോണം അങ്ങ് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പാനി തയ്യാറാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദേ ഇവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അതൊന്നൊരു പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഗുലാബ് ജാമിലൊക്കെ ഉള്ള ആ ഒരു പാനി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അതായത് നമുക്കൊരു എന്താണ് അങ്ങനെ വലിഞ്ഞു വരുന്ന ആ ഒരു ടൈപ്പ് വേണ്ട, അല്ലാതെ ചെറുതായിട്ട് ഒന്ന് ഒട്ടി ഒട്ടി വരുന്ന ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ പാനി റെഡിയാക്കി എടുക്കാൻ. ഇനി ആ പാനിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതവിടെ ഇരുന്നോട്ടെ, ആ സമയം നമുക്ക് ഇത് ബാക്കി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദേ ഇവിടെ മാവിനെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. വീണ്ടും ആ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ഒരു സെറ്റായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നല്ലോണം അതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി ചപ്പാത്തി പലകയിലിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ എടുത്ത മാവ് അതിലേക്ക് വെച്ച് നമുക്ക് അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. അധികം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് എന്താണ് തിന്നായിട്ട് പരത്തേണ്ട, കുറച്ച് കട്ടി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പൂരിയുടെ പരുവമില്ല, ആ പരുവത്തിൽ കണ്ടല്ലോ, ഇത്രയും കട്ടിയിൽ വേണം നമ്മൾ ചപ്പാത്തി ആ മാവൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു അടപ്പ് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ അങ്ങ് അതിലെ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് ഇത്രയും കട്ടിയും വേണം കേട്ടോ. അപ്പം അതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു അടിപൊളി പലഹാരം നമുക്ക് തയ്യാറാക്കാം. ഇത് കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇത് ബാക്കി വന്ന ഒരു ചോറ് കൊണ്ട് തയ്യാറാക്കിയതാണെന്നേ തോന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാം മാവും ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ് അതിന് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ബബിൾസ് ആക്കി അതൊന്ന് പെരുകി വരും കേട്ടോ. അതായത് ഒരു പൂരിയുടെ പരുവത്തിൽ അതൊന്ന് റെഡിയായി വരും. റെഡിയായി വന്നതിന് ശേഷം നമുക്ക് അത് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓരോന്നായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതങ്ങ് പൊള്ളി വരും കേട്ടോ. പൊള്ളി നല്ലോണം ഒന്ന് പൊങ്ങി വരും കേട്ടോ. അതാണ് കറക്റ്റ് മാവിൻ്റെ ഒരു പരുവം കറക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പൊള്ളി വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ കണ്ടല്ലോ, ഇതാ മാവെല്ലാം നല്ലോണം അങ്ങ് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു എന്താണ് സ്വീറ്റ് പൂരി എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു തരത്തിലാണ്. അപ്പോൾ അതാ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഞാനത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കോരി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മാവും അതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, എണ്ണ ചൂടാകുന്നതനുസരിച്ച് അത് പെട്ടെന്ന് എണ്ണ പൊള്ളി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കണേ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ ഇട്ട് കൊടുക്കും തോറും അതിങ്ങനെ പൊള്ളി
കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 2 സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡാക്കി റെഡിയായി കിട്ടും. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ. ഇതൊന്ന് റെഡിയായതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കിയത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയിൽ ചെറിയ ചൂട് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയം അതിൽ ചൂടൊന്ന് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര പാനിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ഒഴിവാക്കണം, പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ അല്ലാതെ ഇതേപോലെ അങ്ങ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ, ഒരു കുഞ്ഞു പൂരിയില്ലേ, അപ്പോൾ ആ ഒരു പൂരിയുടെ പരുവത്തിൽ നമുക്ക് ഇതങ്ങ് ഒരു ചായക്കടിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയത് ഓരോന്നായിട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ ഇതേപോലെ അങ്ങ് അടച്ചു വെക്കണം കേട്ടോ. അരമണിക്കൂർ ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുന്ന സമയത്താണ് ഇതങ്ങ് പഞ്ചസാരയിൽ അനിയിലോട്ടൊക്കെ അങ്ങ് പിടിച്ച് സെറ്റായി വരും കേട്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വായിലോട്ട് അങ്ങ് ഇട്ടാൽ മാത്രം മതി, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി വന്ന ചോറൊക്കെ കളയാതെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ എന്തായാലും ചോറ് വെച്ച് തയ്യാറാക്കിയതാണെന്നേ തോന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലോണം അതിലേക്ക് പഞ്ചസാര ലായനിയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റാം. നമ്മൾ ഗുലാബ് ജാമു പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.